ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞാനിവിടെ സൈഡിലോട്ടൊരു ഫോട്ടോ കൊടുക്കാം. ഇവിടെ നിങ്ങൾ നോക്കി വെച്ചേക്കുക. എവിടെയെങ്കിലും നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്തേക്ക് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണുകയെന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് അപമാനിച്ച് ഒരുത്തനെ നീ കൊന്നു കളഞ്ഞില്ലേടി എന്ന് തന്നെ ചോദിച്ച് ഇവിടെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടുത്തെ മീഡിയാസിനാണെങ്കിലും ഇതൊരു പെണ്ണായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിസ്ഥാനത്തിരിക്കുന്ന പെണ്ണായതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ മീഡിയാസ് പോലും ഇത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കാത്തതെന്നൊക്കെ എനിക്ക് തോന്നുന്നു. നമ്മളിവിടെ സംസാരിക്കുന്നത് കുമളിയിലെ സ്വയം ജീവനൊടുക്കിയ ബസ് കണ്ടക്ടറായിരുന്ന രഞ്ജിഷ് എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ചാണ്. ആക്ച്വലി 2 ദിവസം മുന്നേ തന്നെ പല ആളുകളും എനിക്കിത് മെസ്സേജ് ചെയ്തൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് തിരക്കുകൾ കാരണം എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതാണ് സംഭവിച്ചത്. ഇപ്പം നിലവിൽ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ജീവൻ ഒടുക്കുന്നതിന് മുന്നേ തന്നെ തൻ്റെ സുഹൃത്തുക്കളെടുത്തൊക്കെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. 8 വർഷത്തോളം ഈ മനുഷ്യൻ തൻ്റെ കുഞ്ഞിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. 8 വർഷത്തോളം ആ കുഞ്ഞിനെ നോക്കിയേക്കുന്ന ആ ഒരു അച്ഛനിൽ നിന്നും വേർപെടുത്തിയിട്ട് പ്ലക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വിദേശത്ത് പോയിട്ട് വേറെ തൻ്റെ കൂടെ പോയേക്കുന്ന ആ പൊന്നുമോളുടെ കൂടെ ആ ഒരു കുഞ്ഞിനെ വിട്ടയച്ചേക്കുന്ന കോടതി വിധിയോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് കോടതിക്ക് അങ്ങനെ ഒരു വിധി പറയാൻ തോന്നിയെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം അവളെ എങ്ങനെയാണ് ഒരു അമ്മ എന്ന് വിളിക്കാൻ പറ്റുന്നത്? അവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കാരണം അവള് ഇപ്പോൾ ഒരാളുമായിട്ട് ജീവിക്കുന്ന സമയത്തേക്ക് മറ്റൊരാളുമായിട്ട് പ്ലക്കാൻ വേണ്ടിയിട്ട് അവൾ പോയതിനേക്കാൾ ഉപരി എനിക്ക് ഭയങ്കരമായിട്ട് ചോദിച്ചിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാനെ കൊണ്ട് അവക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവക്ക് ഭയങ്കര ഏനക്കേടായിരുന്നു. അവക്ക് അത് വല്ലാത്തൊരു സൂക്കേടാണ്. അങ്ങനെയുള്ള ഒരുത്തിയുടെ കീഴിൽ ഒരു മകൻ, ഒരു 8 വയസ്സ് മാത്രം അല്ലെങ്കിൽ ഒരു മകൻ വളരുക എന്ന് പറയുന്നത് എത്രത്തോളം പൈശാചികമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം അവക്ക് എങ്ങനെയാണ് ആ ഒരു മകനെ വളർത്തി നല്ലൊരു മനുഷ്യനായിട്ട് നമ്മുടെ സമൂഹത്തിലോട്ട് കൊടുക്കാൻ പറ്റുക? അല്ലേ? ഒരച്ഛൻ ഇപ്പം എന്തൊക്കെ ആയിക്കോട്ടെ, ആ മനുഷ്യൻ ഈ ഒരു ലോകത്തോടെ വിട പറഞ്ഞേക്കുന്ന ആ ഒരു സമയത്തേക്ക് അവസാനമായിട്ട് ആ കുഞ്ഞിനെ ആ ഒരു അച്ഛൻ്റെ മുഖം കാണിക്കാനെ കൊണ്ട് ഇത്രയും വിസമ്മതിച്ചതെങ്കിൽ അവളുടെ മനസ്സിൽ കിടക്കുന്ന ദുഷിപ്പൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ആ മനുഷ്യൻ അവളെ ആണെങ്കിൽ ഒരു കുറവുകൾ പോലും വരുത്താതെയാണ് ആ ഒരു ഭാര്യനെ ആ ഒരു വ്യക്തി നോക്കിയിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം സ്നേഹിച്ചേക്കുന്ന ആ ഒരു വ്യക്തിയെ അവസാനം മൂഞ്ചിച്ച് പോയതിനേക്കാൾ ഉപരി അതിന് പുറമെ ആ ഒരു കുഞ്ഞിൻ്റെ അടുത്തും ഇവള് കാണിച്ചിരിക്കുന്ന പരിപാടി ഇതാണ്. എന്താണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ രഞ്ജിഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് റിനേഷ് എടത്താൻ എന്ന് പറയുന്ന ആ ഒരു അഡ്വക്കേറ്റ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ മെയിൻ സ്ട്രീം ചാനൽസ് ഒക്കെ ആണെങ്കിൽ രഞ്ജിഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സ്ഥാനത്ത് ഒരു സ്ത്രീ ആയിരുന്നെന്നുണ്ടെങ്കിൽ ആഴ്ചകൾ തോറും അന്ത്യചർച്ചകൾ നടത്തിയിട്ട് വലിയ TRP ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് തന്നെയാണ് അവരുടെ പ്രശ്നം എന്ന് തോന്നുന്നു. ഇരയാക്കപ്പെട്ട സ്ഥാനത്ത് സ്ത്രീ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം മീഡിയാസിനാണെങ്കിൽ അത്ര വലിയ വാല്യൂ ഒന്നും ഈ ഒരു വിഷയത്തിൽ കൊടുക്കാത്തത്. ഇനിയും ഈ ഒരു വിഷയത്തിൽ ഇവക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയൊരുത്തനുണ്ടല്ലോ, അവൻ ഇത്തരത്തിൽ ഈ ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്തേക്കുന്ന വൺ ടൈം ആയിട്ടൊക്കെ അയച്ചു കൊടുത്തേക്കുന്ന കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോസും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ആ ഒരു വ്യക്തിനെ മാനസികമായിട്ട് തളർത്തുണ്ടായിരുന്നു. അതിന് പുറത്ത് തൻ്റെ ഇത്രയും വർഷം ആ ഒരു നോക്കിയേക്കുന്ന ആ ഒരു ഏകൊരു സമ്പാദ്യം എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെയും കൂടെ നഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്തുവാണ്? ജീവിച്ചിരിക്കുമ്പോഴും ആ ഒരു മനുഷ്യൻ്റെ അടുത്ത് കാണിച്ചില്ല. ആ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷവും അവൾ ആ ഒരു മര്യാദ കാണിച്ചിട്ടില്ല. എന്താണെങ്കിലും ആ ഒരു അഡ്വക്കേറ്റിന്റെ ആദ്യത്തെ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. രഞ്ജിഷിന്റെ വൈഫായിരുന്ന ആ സ്ത്രീയെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്താല് കൃത്യമായിട്ട് ഖത്തറിലുള്ള ആ രഞ്ജിഷിന്റെ വൈഫിന്റെ സുഹൃത്ത് ആരാണ്, എന്താണ് രഞ്ജിഷിന് അയച്ച മെസ്സേജ് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഈ ഒരു കേസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇതൊരിക്കലും ഒരു ആത്മഹത്യയല്ലാട്ടോ, ഇതൊരു കൊലപാതകമായിട്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. രഞ്ജിഷിന്റെ കുട്ടിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതൊരു മൂല കാരണമാണെങ്കിലും അതിന് പുറമെ ഈ പറയുന്ന രഞ്ജിഷിന്റെ വൈഫായിരുന്ന ആ പെൺകുട്ടിയുടെ കാമുകൻ രഞ്ജിഷിന്റെ അമ്മയുടെ ഫോണിലേക്കോ രഞ്ജിഷിന്റെ ഫോണിലേക്കോ 1-2 വീഡിയോസോ ഫോട്ടോസോ അയച്ചിട്ടുണ്ടായിരുന്നു വൺ ടൈം ആയിട്ട്. അത് കണ്ടതിന് ശേഷം ആത്മാഭിമാനം പറയുന്ന രഞ്ജിഷ് വീട്ടിന്റെ പുറത്തിറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. ഒരിക്കലും കല്യാണം കഴിച്ചില്ല കേട്ടോ. അവർ ഖത്തറിൽ ഒരുമിച്ച് താമസം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒഫീഷ്യലായിട്ട് അവർ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഞ്ജിഷിനെ സഹായിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ്. ദയവ് ചെയ്ത് മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ വിഷയം ഏറ്റെടുക്കണം. ഇതിനകത്തുള്ള സത്യം എന്താണെന്ന് തെളിയണം. അവന്റെ വൈഫായിരുന്ന ആ സ്ത്രീക്ക് കണ്ണിച്ചോരയില്ല എന്നുള്ളത് ഇന്നലെ ആ നാട്ടുകാരും ആ വീട്ടുകാരും മനസ്സിലാക്കിയാണ്. എന്തുകൊണ്ട് വെച്ചാൽ രഞ്ജിഷിന്റെ അവസാന അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി ആ മകനെ വിട്ടുകിട്ടാൻ വേണ്ടി നാട്ടുകാരും വീട്ടുകാരും പോയപ്പോൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അവസാനം നാട്ടുകാരുടെ സമ്മർദ്ദം കൂടിയപ്പോ പഞ്ചായത്തിന് എഴുത്ത് കൊണ്ടുവന്നാൽ വിടാം എന്ന് പറഞ്ഞു. പഞ്ചായത്തിന് എഴുത്ത് കൊണ്ടുപോയപ്പോഴും വിട്ടില്ല. അവസാനം ആ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും കുടുംബ കോടതി പോകേണ്ടി വന്നു. കുടുംബ കോടതിയിൽ നിന്ന് 5 മണിക്കൂർ ആ കുട്ടിയെ വിട്ടുകിട്ടാനുള്ള ഓർഡർ കിട്ടിയ ശേഷമാണ് അവർ ആ കുട്ടിയെ വിട്ടുകൊടുക്കുന്നത്. സ്വന്തം അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു മകന്റെ അവകാശത്തെയാണ് അവർ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത്. ഒരു വിഷയത്തിലും ഒരു ഫോളോ അപ്പ് ഇവിടെ ചെയ്യാറില്ല, അങ്ങനെ ശീലമില്ല. പക്ഷെ ധാർമ്മികമായിട്ട് ഈ ഒരു വിഷയത്തിൽ ചെയ്യണം എന്ന് തോന്നിക്കൊണ്ട് ചെയ്തു പോകുന്നതാണ്. ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ പോലും ഇവള് കാണിച്ചിരിക്കുന്ന പരിപാടി എന്താണെന്നുള്ള അറിയാലോ. ആ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഇവൾ ഈ കാണിച്ചിരിക്കുന്ന ഈ മര്യാദകേടിനെ എന്നാ പറയേണ്ടത്? ഇപ്പൊ ആ ഒരു മനുഷ്യൻ ഇപ്പൊ ഒരു ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, ക്രൂരനായിട്ടുള്ള വ്യക്തി തന്നെ ആയിക്കോട്ടെ.
ഇപ്പൊ ക്രൂരനാണെന്ന് പറഞ്ഞാലും ആ കുഞ്ഞിന്റെ അച്ഛനല്ലാണ്ടായി മാറുന്നില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ ആ മനുഷ്യന്റെ അടുത്ത് അവസാനമായിട്ട് ആ ഒരു കുഞ്ഞിനെ ഒരു നോക്ക് കാണിക്കാൻ പോലും ഈ ഒരു മര്യാദ കാണിക്കാത്ത ഈ പൊന്നുമോളെയൊക്കെ ഇവക്ക് എങ്ങനെയാണ് ഒരു മകനെ വളർത്താനെ കൊണ്ടുള്ള എന്ത് യോഗ്യതയാണ് ഇവക്കുള്ളത്? ഇവളെങ്ങനെയാണ് ഇവക്ക് ഒരു അമ്മയാവാൻ പറ്റുന്നത്? നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇവള് കാണിച്ചിരിക്കുന്ന പരിപാടി ഇത്. അവളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് അവൾക്ക് പ്ലക്കാൻ പോകാൻ വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്ന പരിപാടി. ഇനി ഇവളുടെ സൈഡിൽ ഇവള് മറ്റേ അയ്യോ ഭർത്താവിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ നേരിട്ട് ക്രൂരതകളായിരുന്നു എന്നൊക്കെ ദയവ് ചെയ്ത് ഇവൾ എവിടെയെങ്കിലും വന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ, കാര്യം വെച്ചാൽ ഈ മനുഷ്യൻ തന്നെ തൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുന്നേ തന്നെ തൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് അയച്ചിരിക്കുന്ന കുറച്ച് വോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിനെ അവരിലോട്ട് തട്ടിയെടുക്കുന്നതിന് മുന്നേ തന്നെയുള്ള ആ ഒരു വോയിസോടെ നമുക്കൊന്ന് കേൾക്കാം. സംഭവം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോന്ന് തലയെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പാണ് ശരി ഇന്നത് ഇന്നയാൾക്ക് ഇന്നതൊക്കെ അനുഭവിച്ചേ പറ്റുമെന്ന് തലയെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ഞാൻ അനുഭവിക്കുന്ന അത്രേ ഉള്ളൂ. ഞാനൊരു മെയ് 3 തൊട്ട് അനുഭവിക്കാൻ തുടങ്ങിയാണ്. കുറേ കൺഫർമേഷനും കാര്യങ്ങളും എല്ലാം കിട്ടി. ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. പുള്ളിക്കാരത്തിക്ക് മറുപടിയൊന്നുമില്ല. പുള്ളിക്കാരത്തി പറയുന്നത് എന്തൊക്കെയോ പറയുന്നുണ്ട്, വല്ലപ്പോഴും വിളിക്കാറില്ല അങ്ങനെ. അപ്പം എനിക്കിത് ഡൗട്ട് തോന്നി പറഞ്ഞാൽ അവിടെ ചെന്ന് വിളിക്കുന്നില്ല, പറിച്ചില്ല, ഒന്നുമില്ല. പിന്നെ ആർക്കാണ്ട് വേണ്ടി ബോധിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കുറേ നാൾക്ക് ശേഷം വിളിക്കുമായിരുന്നു. നമ്മളിതൊക്കെ ഇവിടെ ഫസ്റ്റ് പോയി റിട്ടേൺ വന്നതിന് ശേഷമല്ലൊക്കെ നമ്മൾ അറിയുന്നേ. അപ്പോൾ എന്താ കാര്യം എന്നുള്ള കാര്യം നമ്മൾ തിരക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി ഒന്നും മിണ്ടാറില്ല. സംഭവിച്ചു പോയി, പറ്റിപ്പോയി എന്നൊക്കെ പറയുന്നു. എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഒരിക്കലും. പറ്റിപ്പോയി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് എന്ത് കൺഫർമേഷൻ വന്നെന്ന് പറഞ്ഞാൽ പോലെ എനിക്ക് അംഗീകരിക്കാൻ ഞാൻ അംഗീകരിക്കത്തുള്ളത്. ഞാൻ അതിൻ്റെ അതൊക്കെ ഒരു 6 വർഷം നിന്നതിൻ്റെ അകത്തൊരു നമുക്കൊരു എന്തെങ്കിലും തരത്തിലൂടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്. ഫുഡിനാണെപ്പോഴും ശരി, ഞാൻ ഈ കല്യാണം ഞാൻ സ്വന്തമായിട്ട് ഡ്രസ്സ് വാങ്ങിയിട്ടില്ല, ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം ഇവർക്ക് വേണ്ടി, എൻ്റെ കൊച്ചിനും വേണ്ടി, ഇവയ്ക്കും വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവള് ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോകണം, ഞാനൊന്നും പറയുന്നില്ല, കൊണ്ട് പറയിപ്പിക്കരുത്. അവനുണ്ടായി കഴിഞ്ഞ ശേഷം എനിക്കിട്ട് ചെയ്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഇപ്പം എല്ലാവർക്കും ഇപ്പം പുള്ളിക്കാരെ സംബന്ധിച്ച് പുള്ളിക്കാർ ശമ്പളമുണ്ട്, സാലറി 50,000 ശമ്പളമുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഒന്നുണ്ട്. അതിനൊട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്ന ബിന്ദുവമ്മ ആയിക്കോട്ടെ, എനിക്ക് എൻ്റെ അകത്ത് ഒരു വിഷയമുള്ള കേസല്ല. അവർ ചെയ്യട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. കൊച്ചിനെ വിട്ടുകൊടുക്കണോ വേണ്ടെന്ന് ഞാനല്ല തീരുമാനിക്കുന്നത്. അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു പോയല്ലോ. അത് ചെയ്യാം, സമയം വരട്ടെ. അല്ലെങ്കിൽ അവൾക്ക് എന്നെ വേണ്ടെന്ന് ഇട്ടടിച്ച് പോട്ടെ, എനിക്ക് അതിൻ്റെ അകത്ത് മോശമുള്ള കേസല്ല. പിന്നെ ഞാൻ ആ വലിയ വെച്ചിനെ ആ ബിന്ദുമേനെ ഓർത്തിട്ട് മാത്രം ആ കൊച്ചിനെ അങ്ങോട്ട് വല്ലപ്പോഴും ഞാൻ വിടുന്നത്. അതുപോലെ എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ അറിയാം. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സാക്ഷി എനിക്ക് അനുവദിക്കത്തില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ വിടുന്ന വല്ലപ്പോഴാണെങ്കിൽ പോലും. പക്ഷെ അവൾ എല്ലാം കഴിഞ്ഞ് അവൾക്ക് ഡിഗ്രിക്ക് പോകണമെന്ന് പറഞ്ഞു. ഡിഗ്രി പാസ്സായാണ് PGക്ക് പോകണമെന്ന്, PGക്ക് വിട്ടു. PSCക്ക് പോകണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ചെയ്ത് കൊടുത്ത് എഴുതുന്ന കൊണ്ട് പക്ഷെ വീട്ടിൽ നമുക്കിട്ട് ഇതുപോലത്തെ പണി തരുന്നുള്ള കാര്യം നമുക്ക് അവക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. ആ മനുഷ്യൻ കല്യാണത്തിന് ശേഷം സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും വാങ്ങുന്നതിനേക്കാൾ ഉപരി ആ മനുഷ്യൻ ആ കുഞ്ഞിനെ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ മനുഷ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ ചിരി നഷ്ടപ്പെടുത്തി ആ മനുഷ്യനെ ജീവിതത്തിൽ വലിയൊരു പടുകുഴിയിലോട്ട് തള്ളിയിട്ടേക്കുന്ന ഇവളെ പോലുള്ളൊരു ക്രൂരയായിട്ടുള്ള ഒരുത്തിയെ, അവളെ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ പറഞ്ഞ പോലെ, അവളെ എവിടെയെങ്കിലൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപമാനിച്ച് ഇറക്കി വിടണം അവളെ. സീരിയസ്ലി ഒരു മനുഷ്യനെ ഇപ്പം ആ മനുഷ്യൻ സ്വയം ജീവൻ ഒടുക്കി എന്നതിനേക്കാൾ ഉപരി ആ മനുഷ്യനെ ഇവളില്ലാണ്ടാക്കിയത്, ഇവളും ഇവൻ്റെ മറ്റേ പ്ലക്കാൻ പോയേക്കുന്ന അവനും കൂടെ ചേർന്നിട്ടാണെങ്കിൽ ഇല്ലാണ്ടാക്കിയേക്കുന്നതാണ്. എടി അവൾ അങ്ങനെ പോയതൊക്കെ ഇപ്പം മനുഷ്യന്മാർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് വൈകൃതങ്ങളും സ്വഭാവ വൈകൃതങ്ങളും കാര്യങ്ങളൊക്കെ പല മനുഷ്യന്മാർക്കും ഉണ്ടാകും. അവൾ അങ്ങനെ പോവാതിരിക്കും, നീ എന്തോ കാണിക്കുക ആ മനുഷ്യൻ, എന്നിട്ടും ആ മനുഷ്യൻ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി. അപ്പം നീ അങ്ങനെ പൊക്കോട്ടെ, ഇനി എന്താണെങ്കിലും നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ മനുഷ്യൻ അവസാനമായിട്ട് ഉണ്ടായിരിക്കുന്ന സമ്പാദ്യം ആ ഒരു കുഞ്ഞ് മാത്രമായിരുന്നു. ആ കുഞ്ഞിനെ നീ തട്ടിയെടുക്കൊണ്ട് പോകാൻ നിന്ന നീ എന്ന് പറയുന്ന ഒരു വ്യക്തി എത്ര പൈശാചികമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ചെയ്തേക്കുന്നത് അല്ലേ? ഇനി ഇതൊന്ന് ആലോചിക്കുക, ആ കുഞ്ഞിന് വളർന്നു വരുന്ന സമയത്തേക്ക് ഇതൊക്കെയാണ് സ്വന്തം അമ്മ ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന സമയത്തേക്ക് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു ട്രോമയെ പറ്റിയിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. നല്ല കിടില ഒരു അമ്മയാണ് ഇവള്, നല്ല സൂപ്പർ ഒരു അമ്മയാണ് ഇവള്. ഇനി എന്താണെങ്കിലും ഇതിന് ശേഷം ഈ അഡ്വക്കേറ്റ് അദ്ദേഹം ഇട്ടേക്കുന്ന അടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, തൻ്റെ ഈ രഞ്ജിഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഫാമിലിനെയൊക്കെ കാണാൻ പോയിട്ടുണ്ടായേക്കുന്ന ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു ഫാമിലി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതുകൂടെ കേൾക്കാം. ഇതിലെന്താ സംഭവിച്ചെന്നുള്ളത് രഞ്ജീഷിന്റെ അച്ഛനൊന്ന് പറയും. നമ്മൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ രഞ്ജീഷിന് വേണ്ടിയിട്ട് നിയമയുദ്ധം തുടങ്ങുക, നിയമത്തിന്റെ വഴിയിൽ നീങ്ങിയിട്ട്
രഞ്ജീഷിന് വേണ്ടി എന്തെങ്കിലും നീതി വലിച്ചു കൊടുക്കുക. അതാണ് നമുക്ക് ഇനി ചെയ്യാൻ പറ്റുള്ളൂ. രഞ്ജീഷ് നമ്മൾ വിട്ടുപോയി. ഇനിയിപ്പോ രഞ്ജീഷിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമത്തിലൂടെ ആ കുറ്റകൃത്യം ചെയ്ത ആള്, ആ വ്യക്തി, അതായത് ഭാര്യ, സ്വന്തം ഭാര്യനെ അതിന്റെ നിയമ നടപടികളിലൂടെ നടത്തി അതിനുള്ള തീരുമാനം ഉണ്ടാക്കുക. അപ്പൊ അച്ഛൻ എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതിന്റെ തുടക്കം? എവിടെയാണ് ഇതിന്റെ തുടക്കം? എന്താ, ഇവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തുടക്കമാണ്. ജോലിക്ക് എവിടെ പോയി? ഖത്തറിൽ പോയി. ഖത്തറിൽ. ഖത്തറിൽ പോയി. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? കല്യാണം കഴിഞ്ഞിട്ട് അന്ന് 2 വർഷം അവിടെ ജോലി ചെയ്ത് വരുന്ന വഴിയാണ് അവളാരുമായിട്ട് ഒരു ബന്ധത്തിലായി. ഏത്? ഖത്തറിൽ. അതാ നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായത്? പിന്നെ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഫോണിലൂടെ അയച്ചു. ഏത്? ആ വ്യക്തി അങ്ങനെയാ സംഭവം അറിയുന്നത്. ഓ, അതായത് ഈ എന്താ പറയാ, ഖത്തറിൽ വെച്ച് പരിചയപ്പെട്ട് ആ ബന്ധത്തിലായിരുന്ന വ്യക്തി ഇങ്ങോട്ട് നമ്മുടെ രഞ്ജീഷിന്റെ മൊബൈലിലേക്ക് അനാവശ്യമായിട്ടുള്ള അവരുടെ ബന്ധത്തിനെ കുറിച്ചുള്ള ഫോട്ടോകൾ സ്വന്തം ഭർത്താവിന് അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ അറിയുന്നത്. നിങ്ങൾ അറിയുന്നത്? അത് എത്ര വർഷമായി അറിഞ്ഞിട്ട്? ഇപ്പൊ ഏകദേശം അതിപ്പോ 3 വർഷം കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള ഇങ്ങനെ ഫോട്ടോസോ അങ്ങനെ എന്തോ ഇയാൾക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് കണ്ടാൽ ഏത് ഭർത്താവിന് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അതായിരിക്കും കാരണം. അല്ലാതെ രഞ്ജീഷ് മരിക്കാനുള്ള യാതൊരു കാരണവും കാണില്ല. കാരണം ഞാൻ ഇവിടുത്തെ സുഹൃത്തുക്കളോട് ചോദിച്ചു, എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. അല്ല, അപ്പൊ മരണത്തിനുള്ള കാരണം ശ്രീരഞ്ജിനിയാണ്. ഉറപ്പാണ്. അപ്പൊ എനിക്ക് മെസ്സേജിൽ 1-2 ആൾക്കാർ പറഞ്ഞൊരു സംഭവം, അവർക്കറിയുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെ പരിചയത്തിലും ഈ ഒരു മനുഷ്യൻ ഭയങ്കര നല്ലൊരു വ്യക്തിയാണെന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു അവരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ കമന്റ് ബോക്സുകൾ നോക്കുമ്പോൾ ഈ മനുഷ്യനെ അറിയുന്ന പല ആളുകളുടെ കമന്റ്സും നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ആ മനുഷ്യനെ പറ്റിയിട്ട് നല്ലതല്ല വേറൊന്നും ആർക്കൊന്നും പറയാനില്ല. അപ്പം അങ്ങനെ ഒരാളുടെ അടുത്ത് ഇവള് കാണിച്ചേക്കുന്ന ഈ പരിപാടി, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഇങ്ങനെ ഒരു ഭർത്താവ് ഫാമിലിയായിട്ട് ജീവിക്കുന്ന സമയത്തേക്ക് അവൾ അത്രത്തോളം ട്രസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ വിദേശത്തോട്ട് ആ ഒരു ലേഡി പോകുന്ന സമയത്തേക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷനിലോട്ട് അവർ കടക്കുകയാണ്. ആ സമയത്തേക്ക് പരസ്പരം അവർക്ക് കാണാനൊന്നും സാധിക്കുന്നില്ല. നേരിട്ട് വീഡിയോ കോളിലൂടെ ഒക്കെ ഉള്ളതല്ല പറയുന്നത്, നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല. ആ ഒരു പ്രസൻസ് അടുത്ത് ആ ഒരു വ്യക്തി ഉണ്ടാവുന്നില്ല. അപ്പോൾ ആ ഒരു നിലയിൽ ആ ഒരു വ്യക്തിനെ അത്രത്തോളം ട്രസ്റ്റ് ചെയ്ത് സ്നേഹിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വഞ്ചിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിനേക്കാൾ ഉപരി അവൾ അങ്ങനെ ചെയ്തതിന് ശേഷം ജീവിതത്തിൽ മുന്നോട്ട് ഇനി ജീവിക്കാം, ആ ഒരു കുഞ്ഞിന് വേണ്ടി ജീവിക്കാമെന്നും തൻ്റെ ഫാമിലിക്ക് വേണ്ടി ജീവിക്കാമെന്നും വിചാരിച്ചിരിക്കുന്ന ആ ഒരു മനുഷ്യനെ വീണ്ടും ആ ഒരു കുഞ്ഞിനെ തട്ടിയെടുത്തതിൽ നിന്നും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് എന്നിട്ടും ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഇവിടുത്തെ മീഡിയാസിന് ഒന്ന് സംസാരിക്കാണ്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മീഡിയാസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇതൊന്നും കാണാത്തപ്പോഴത്തേക്കിന് ആണുങ്ങൾക്ക് ഈ നാട്ടിൽ പുല്ല് വിലയാണോ, പട്ടിയുടെ വിലയാണോ ആണുങ്ങൾക്ക് ഈ ഒരു നാട്ടിലുണ്ടാവുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സീരിയസ്ലി ഒരു സ്ത്രീക്കാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഇപ്പം നിങ്ങൾ ആലോചിച്ചുകൊണ്ട് എനിക്ക് ഈ മെസ്സേജുകളൊക്കെ അയച്ചേക്കുന്ന വേറെ കാര്യം പറഞ്ഞത്, എനിക്ക് പെൺകുട്ടികളാണ് എനിക്ക് ഈ പറഞ്ഞ മെസ്സേജ് ബ്രോ ഇത് റിയാക്ട് ചെയ്യണം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അയച്ചേക്കുന്നത്. ഓക്കെ, അതായത് ഒരു സ്ത്രീകൾക്ക് പോലും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് പോലും ഇത് ഇങ്ങനെ ഒരു വിഷയം കണ്ടിട്ടാണെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല ഇങ്ങനൊരു കാര്യം ചെയ്തേക്കുന്നത്. അപ്പം ഇത് ഞാൻ ആലോചിക്കുന്ന മീഡിയാസിന് പോലും അതൊരു ഈ പറയുന്ന ഇരയാക്കപ്പെട്ട സ്ഥാനത്തേക്ക് ഒരു സ്ത്രീയുടെ പേര് വരാത്തതാണോ അവരുടെ ബുദ്ധിമുട്ടായിട്ട് പ്രശ്നമായിട്ടൊക്കെ മാറുന്നത്? അപ്പൊ ഇത് കേരളം മുഴുവൻ ചർച്ചയാക്കപ്പെടുകയും ആ മനുഷ്യന് നീതി വാങ്ങിച്ചു കൊടുക്കുക, അല്ലെ ആ ഒരു മനുഷ്യന് നീതി കിട്ടേണ്ടത് തന്നെയാണ്, അല്ലെ ആ ഒരു കുഞ്ഞിന് നീതി കിട്ടേണ്ടതാണ്. കാരണം ആ ഒരു ചെറിയ പ്രായത്തിലുള്ള ആ ഒരു കുഞ്ഞിന് ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എത്രത്തോളം ആ കുഞ്ഞിന് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പൊ ആ ഒരു ചെറിയ പ്രായത്തിലെ ആ ഒരു കുഞ്ഞിന്റെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിനെ പോലും ഇവളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയായിരുന്നു, അല്ലേ? അപ്പൊ ആ കുഞ്ഞിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു നീതിക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മളെല്ലാവരും ഇവിടെ ഈ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്, അല്ലെ? ആ കുഞ്ഞിനും ആ ഒരു വ്യക്തിക്കും വേണ്ടിയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ 2 ആളുകൾക്കും നീതി കിട്ടേണ്ടത് തന്നെയാണ്, ഒപ്പം അവരുടെ ആ ഒരു കുടുംബത്തിന്. അപ്പൊ ഞാൻ ശ്രീരഞ്ജിനി അവളുടെ അമ്മയാണ് നമ്മുടെ മകനെ ഇത് ഈ ലെവലിലേക്ക് ആക്കാനുള്ള കാരണം. അപ്പൊ നമുക്ക് അതിന് നിയമ നടപടികളിൽ പോകണമേ അച്ഛാ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകന് വേണ്ടി നീതി കിട്ടാൻ ഇതുള്ളൂ രക്ഷ. ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ ഇവിടെ തള്ള വന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവരുന്ന ജൂൺ 15 വരെ സ്കൂളിൽ പോരാ. ഇവിടെ വന്നിട്ട് എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 2ാം ക്ലാസ്സിലായിട്ടുള്ളൂ അല്ലെ? കുട്ടീനെ കാണിക്കാതുള്ള വിഷമവും പിന്നെ ഈ മെയിന്റനൻസ് കേസിന്റെ അറ്റാച്ച്മെന്റും എല്ലാം കൂടി ഒരു പ്രഷർഫുൾ സിറ്റുവേഷനിൽ എത്തിയാണ്. അതായിരിക്കും ചിലപ്പോ അദ്ദേഹത്തിന് പിടിച്ചാൽ കിട്ടില്ല. ഇല്ല, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ ഇതാണ് നമ്മൾ പരാതിയിൽ എഴുതി കൊടുക്കേണ്ടത്. നിങ്ങൾ എഴുതി കൊടുത്തേണ്ടത് ആ മരിച്ചതിന്റെ മാസ്റ്ററാണ് വന്ന് എഴുതിയത്. അത് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സാണ്, അതൊരു കേസ് എടുക്കും നോർമൽ. ഇനി കൊടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ഈ മരണത്തിനുള്ള ഉത്തരവാദി, അതായത് എന്റെ മകന്റെ മരണത്തിനുള്ള ഉത്തരവാദി ഈ ശ്രീരഞ്ജിനി എന്നുള്ളതും ശ്രീരഞ്ജിന്റെ അമ്മയുമാണ്. അവരുടെ മാനസിക സമ്മർദ്ദവും പിന്നെ അയാളുടെ പ്രതികരണം, അതായത് ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അവനും ഇതാക്കണം. കാരണം അവൻ ഇതിലേക്ക് അയച്ചു കൊടുത്തു, ഫോണിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ടാണ്
ഇങ്ങനെ വന്നതെന്നുള്ളത് നമ്മൾ പരാതി കൊടുത്ത് അവൾക്കെതിരെ കേസ് എടുപ്പിച്ച് FIR എടുപ്പിച്ച് അതിന്റെ രീതിയിൽ പോയില്ലെങ്കിൽ നമുക്കത് നീതി ലഭിക്കാൻ വൈകും. അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ച് എല്ലാ സപ്പോർട്ടും നമ്മൾ തരും. അതിനുവേണ്ടിയാണ് ഞാൻ വന്നത്. വളരെ എന്താ പറയാ വിഷമമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ അനുഭവിക്കുക ഇതുള്ളൂ നമ്മുടെ ഇത്. അത് ഇപ്പൊ ഇനി ഞാനൊരു റിക്വസ്റ്റ് പറയാണ്, ഈ നീതിക്കായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ആ മനുഷ്യന് നീതി കിട്ടേണ്ടത് തന്നെയാണ്. ആ മനുഷ്യനും ആ കുഞ്ഞിനും ആ കുടുംബത്തിനും ഒക്കെ നീതി കിട്ടണം. ഒറ്റയൊരുത്തി ഇവളുടെ മറ്റവനോടെ ചേർന്നിട്ടാണ് ആ മനുഷ്യനെ ഇല്ലാണ്ടാക്കിയിട്ടുള്ളത്. ഒരിക്കലും ഒരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവിച്ചത്. ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോയേക്കുന്ന ആ ഒരു നിമിഷത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താണെങ്കിലും ഇവിടുത്തെ മീഡിയാസ് ആണെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന വിധിയാണെങ്കിൽ പോലും ആ അമ്മയുടെ ഒപ്പം പൊക്കട്ടെ എന്ന് പറയുമ്പോൾ ആ ഒരു അമ്മയ്ക്ക് എന്ത് യോഗ്യതയുണ്ട് ആ ഒരു കുഞ്ഞിനെ വളർത്താൻ? ഇവളെ പോലുള്ള ഒരുത്തിക്ക്. എടി, ഇവക്ക് കണ്ണാടി നോക്കുമ്പോൾ നിനക്ക് നിന്റെ മുഖം കാണുമ്പോഴത്തേക്കും നിനക്ക് അഭിമാനം തോന്നുന്നുണ്ടോ? ഈ പൊന്നുമോളെ നിനക്ക്. എനിക്കതാ ആലോചിക്കേണ്ടത്. നീ ഒരുത്തിനോടെ പ്ലക്കാൻ പോയിട്ട് അതും പോട്ടെന്നും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങി. എന്തിനാ? നിന്റെ ആ മനുഷ്യന്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അല്ലേ? എന്നിട്ട് ആ കുഞ്ഞിനെ എടുത്തോണ്ട് പോയിട്ട് നീയൊക്കെ കണ്ണാടി നോക്കുമ്പോണ്ടല്ലോ, എടി ആ കണ്ണാടി അടിച്ച് പൊട്ടിക്ക്. നീ എന്തിനാണ് ഇങ്ങനെ ഒരു ആള് ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാണ് നീ ഇങ്ങനെ നിൽക്കുന്നത്? എനിക്ക് അതാ മനസ്സിലാവാത്തത്. കാണിച്ചിരുന്ന പരിപാടി ആ കുഞ്ഞിനെ നിനക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അവസാനമായിട്ട് ആ മനുഷ്യന്റെ ആ ഒരു ശരീരം കാണിക്കാൻ, ആ കുഞ്ഞിനെ കാണിക്കാൻ കൂടെ നിനക്ക് പറ്റത്തില്ല. നിനക്ക് ഇത്രയ്ക്ക് അങ്ങ് പൊള്ളിയിരിക്കുക ഇല്ലയോ?